ഡോക്ടറെ, ട്രിഗർ ഫിംഗർ ഒരു തവണ ചികിത്സിച്ച് ഭേദമായി കഴിഞ്ഞാൽ വീണ്ടും വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇത് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് കാര്യമാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നമുക്ക് രണ്ടാമതായിട്ട് ട്രിഗർ ഫിംഗർ വന്നത് അതേ വിരലിലാണോ അതോ വേറെ ഏതെങ്കിലും വിരലിലാണോ എന്ന്. ഇപ്പോൾ മറ്റേതെങ്കിലും വിരലിലാണ് വന്നതെങ്കിൽ അതൊരു സാധാരണ നമുക്കൊരു നോർമലി ഒരു ട്രിഗർ ഫിംഗർ വരാൻ സാധ്യത ഉള്ളതുപോലെ കൺസിഡർ ചെയ്താൽ മാത്രം. അതൊരു സെപ്പറേറ്റ് ഫിംഗർ ആണ്, അതൊരു സെപ്പറേറ്റ് അസുഖമാണ്. എന്നാൽ അത് തന്നെ സാധാരണ ആൾക്കാർക്ക് വളരെ റെയർ ആണ്. അപ്പോൾ മറ്റൊരു വിരലിൽ വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഒന്നുകിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് വീണ്ടും അതേപോലെ മറ്റൊരു ഫിംഗറിനെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, അത് കാരണമാണ് വന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഡയബറ്റീസ് പോലെയുള്ള എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഉണ്ട്. ഇതും നമുക്ക് രണ്ടാമത് വേറൊരു വിരലിൽ വരാനായിട്ടുള്ള സാധ്യത കൂട്ടും. ഇനി നമ്മൾ ചികിത്സിച്ച അതേ വിരലിൽ തന്നെയാണ് രണ്ടാമതും ട്രിഗർ ഫിംഗർ വരിക എന്ന്. അതിനെക്കുറിച്ച് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ തവണ വന്നപ്പോൾ നമ്മൾ എന്ത് ചികിത്സയാണ് എടുത്തതെന്നുള്ളത് നോക്കണം. ഇപ്പൊ നമ്മൾ കൺസർവേറ്റീവ് മാനേജ്മെന്റ്, അതായത് നമ്മൾ റെസ്റ്റ്, സ്പ്ലിന്റ് ഇതെല്ലാം മാത്രമാണ് ഇട്ടത് എങ്കിൽ ആക്ച്വലി അസുഖം അവിടെ കുറഞ്ഞതാണ് ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും അതേ വർക്കെല്ലാം ചെയ്തപ്പോൾ വീണ്ടും വന്നതാകാൻ സാധ്യതയുണ്ട്. അടുത്ത് നമ്മൾ സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ, ലോക്കൽ സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ, ആ ഇടത്ത് നമ്മളൊരു ഇഞ്ചക്ഷൻ വെച്ച് ചികിത്സിച്ച ഒരു രോഗിയാണെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ളവർക്ക് ഇഞ്ചക്ഷൻ വയ്ക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഡോക്ടർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും ഇത് കുറച്ച് രോഗികൾക്ക് തിരിച്ച് വീണ്ടും വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആർക്കെല്ലാമാണ് അങ്ങനെ വീണ്ടും വരാനായിട്ട്? ഒന്ന്, യങ് പേഷ്യൻസ്, വളരെ പ്രായം കുറഞ്ഞ ആൾക്കാർക്ക് നമ്മൾ ട്രിഗർ ഫിംഗർ വന്നു, നമ്മളൊരു ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും വരാൻ സാധ്യതയുണ്ട്. രണ്ട്, ചില അസോസിയേറ്റഡ് കണ്ടീഷൻസ് ഇവർക്ക് ഉണ്ട് എങ്കിൽ അവർക്ക് വീണ്ടും വരാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ കാർപ്പൽ ടണൽ സിൻഡ്രോം, ഡയബറ്റിസ്, തൈറോയിഡ് ഇതെല്ലാം ഉള്ള രോഗികളാണ് എങ്കിൽ രണ്ടാമത് നമ്മളൊരു ഇഞ്ചക്ഷൻ വെച്ചതിന് ശേഷവും നമുക്ക് ട്രിഗർ ഫിംഗർ തിരിച്ചു വരാനായിട്ടുള്ള സാധ്യത ഉണ്ട്. തിരിച്ചു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വരിക എന്നല്ല. ചിലർക്ക് 6 മാസത്തിന് ശേഷം വരാം, ചിലർക്ക് 1 വർഷത്തിന് ശേഷം വരാം, ചിലർക്ക് വന്നില്ല ഇരിക്കാം. ഇനി ഒരു കാരണം കൂടെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് മുമ്പ് നമുക്കൊരു 6 മാസത്തിൽ കൂടുതൽ നമുക്ക് സിംറ്റംസ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള രോഗികൾക്ക് രണ്ടാമത് വീണ്ടും വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ സർജറി കഴിഞ്ഞതിന് ശേഷം വീണ്ടും വരാനായിട്ടുള്ള സാധ്യത ഉണ്ടോ ഡോക്ടറെ? സർജറിക്കാണ് നമുക്ക് റിക്കറൻസ് റേറ്റ് ഏറ്റവും കുറവ്. ചിലപ്പോൾ ചില സ്കാർ ടിഷ്യൂ വളർന്നതിന് ശേഷം ചിലർക്ക് അത് വരാറുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലർക്ക് നമ്മൾ A1 പുള്ളിയാണ് നമ്മൾ റിലീസ് ചെയ്തിരിക്കുന്നത്, ചിലർക്ക് A2 പുള്ളിയിലും ചെറിയ തിക്നെസ് പോലെ വന്നിട്ട് അത് ട്രിഗറിംഗ് ആയിട്ട് പ്രസന്റ് ചെയ്യാം. അങ്ങനെയുള്ളവർക്കും ഇത് റിക്കറൻസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. യൂഷ്വലി എന്ത് കാരണം കൊണ്ടാണ് ട്രിഗർ ഫിംഗർ വന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ചികിത്സിക്കുകയാണ് എങ്കിൽ ഇതിന് റിക്കറൻസ് റേറ്റ് വളരെയധികം കുറവാണ്.